കൊലോസ്യ ലേഖനമാണ് പഠിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ നാം ചിന്തിച്ചു. കൊലോസ്യയിലെ വിശ്വാസികളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിനുള്ള സന്തോഷം അതിൻ്റെ ആദ്യ വാക്യങ്ങളിൽ വളരെ വ്യക്തമായിരുന്നു. ഒരു ദൈവസഭയിൽ വേണ്ട 3 കാര്യങ്ങൾ, ഒരു വിധത്തിൽ 4 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലോസി എന്ന് പറയുന്ന പട്ടണം മറ്റ് പട്ടണങ്ങളിൽ, എഫെസോസ് എന്നുള്ള പട്ടണം ഇങ്ങനെയുള്ള പട്ടണങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചെറിയ പട്ടണമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പോകാത്ത, താൻ പ്രവർത്തിക്കാത്ത ഒരു സ്ഥലത്തുള്ള വിശ്വാസികളുടെ സമൂഹമാണ്. എങ്കിലും ഒരു അപ്പോസ്തലൻ, സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആത്മഭാരം, അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണം വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തെ തട്ടി ഉണർത്തണം. കണ്ടിട്ടില്ലാത്തൊരു സമൂഹം, ഹൃദ്യമായൊരു ബന്ധം ഉണ്ടാകേണ്ട ഒരു സ്ഥലമല്ല. എപ്പപ്രാദിത്തോസ് ആയിരിക്കണം അതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിൽ കൂടെ ലഭിച്ച ദൂതുകൾ, സന്ദേശങ്ങൾ മാത്രമേ അപ്പോസ്തലന് അറിയാവൂ. എങ്കിലും ആ വിശ്വാസികളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയാണ്. ദൈവമക്കളെന്ന് കേട്ടാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹൃദയം തുടിക്കും. അത് താൻ കണ്ടിട്ടുള്ളവരായാലും കണ്ടിട്ടില്ലാത്തവരായാലും വിദൂരത്തിലായാലും. അത് വാസ്തവത്തിൽ ഒരു ദൈവപൈതലിൻ്റെ ലക്ഷണമാണല്ലോ. അവരുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ആ സ്വഭാവം, ഇത് 3 കാര്യങ്ങളും വെളിപ്പെടത്തക്കവണ്ണം അവർക്ക് മറ്റുള്ളവർക്ക് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ടിട്ട്, വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹം അറിഞ്ഞിട്ട്, അത് 4-ാമത്തെ വാക്യത്തിൽ, അവരിലുള്ള പ്രത്യാശ, ആ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്, വളരെ സിൻസിയറായിട്ടുള്ളൊരു സ്നേഹമാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുട്ടിന്മേൽ വീഴുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ നമ്മൾ ലജ്ജിക്കും. വളരെ കംഫർട്ടബിളായിരിക്കുന്നൊരു സമയമല്ല. എങ്കിലും ആസ് ഹി ഹിയേഴ്സ് ഹി ഫോൾസ് ഓൺ ഹിസ് നീസ്. ഒരു ആത്മീക മനുഷ്യൻ ഹൃദയത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത, കർത്താവ് എന്ന് ഈ ഒരു അനുഭവത്തിൽ വന്നു ചേരും. കർത്താവ് ആഗ്രഹിക്കും. നമ്മുടെ സഭകളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ തലമുറയെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒക്കെ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഈസ് ഫോളിങ് ഓൺ ദ നീസ്. എന്താണ് ഉടനെ ഉണ്ടാകുന്ന പ്രതികരണം? മുട്ടിന്മേൽ വീഴുക. അവർക്ക് വേണ്ടി ആദ്യം സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ്. 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ കൂടെ ദൈവം ആ സഭയിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെളിവാക്കിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ഒരു കാര്യം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് വിഷയമായിട്ടുള്ള ഏക കാര്യം, അവർ ദൈവപ്രസാദത്തിനൊത്തവണ്ണം ജീവിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവമക്കളായിരിക്കണം ഈ സഭയിലെ അംഗങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയാണ്. എത്ര നല്ല മാതൃകയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ പിന്നിൽ 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, നല്ല സഭയാണെങ്കിലും, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതുമാത്രമല്ല അവരുടെ ഇടയിൽ നല്ല ഫലങ്ങളുണ്ടാകുന്നു. ഇതുണ്ടെങ്കിലും അവർ ഇനിയും വളരണം. ദേ മസ്റ്റ് ഗ്രോ. അതിനകത്തൊരു വലിയ ദൂതുണ്ട്. ഏത് അനുഭവത്തിലേക്ക് കുറ്റമൊന്നും പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സഭയാണെങ്കിലും വളർച്ചയ്ക്ക് ഇനിയും സ്ഥാനമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സഭാ ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംതൃപ്തിയല്ല, സന്തോഷമുണ്ട് നല്ലൊരു സഭയായിരിക്കുന്നതിൽ. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൂടെ ഒരാവേശം, കർത്താവേ, ഇവരിനിയും പൂർണ്ണതയിലേക്ക് വളരണം
അത് നമുക്ക് ചുറ്റുപാടും നോക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നോക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഹൃദയത്തിനകത്തൊരു സന്തോഷമൊക്കെയാണ്. എങ്കിലും അകത്തൊരു ആവേശം കൂടെ ഉണ്ടാകണം. കർത്താവേ, ഇത് പോരാ, അവരെ നീ ഇനിയും വളർത്തണം. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കാട്ടെ. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, പരിജ്ഞാനത്തിലും വിവേകത്തിലും അവർ വർദ്ധിച്ചു വരണം. 9-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് വളരെ ശ്രദ്ധേയമായി കാണാൻ കഴിയും. സകല ജ്ഞാനത്തിലും വിവേകത്തിലും. ആ വാക്യം വായിക്കുമ്പോൾ 9 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ സകല, എല്ലാം ഇങ്ങനെ ചേർത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളർച്ച പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്നു. 2-10 വാക്യത്തിൽ നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നല്ല, പൂർണ്ണ പ്രസാദം, ഇൻ എവ്രി വേ ദൈവത്തെ എല്ലാ മേഖലയിലും പ്രസാദിപ്പിക്കുന്നവരായി. 10-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു, പിന്നെ ഉപയോഗിക്കുന്ന വാക്ക് നോക്കുക, സകല സൽപ്രവൃത്തികളും നിങ്ങൾ ഫലം കായ്ച്ച്. അപ്പോൾ ഈ അദ്ദേഹത്തിന് ദൈവസഭയെക്കുറിച്ചുള്ള ബെഞ്ച് മാർക്ക് ചെറുതല്ല, വലുതാ. പ്രതീക്ഷ വളരെ വലുതാ. അവർ വളരണം, ജ്ഞാനത്തിൽ വളരണം. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ എല്ലാ മേഖലയിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം. അവൾ ജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം. അതുമാത്രമല്ല, 11-ാമത്തെ വാക്യത്തിൽ നോക്കിക്കാട്ടെ, അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം ശക്തിയോടെ ബലപ്പെടണമെന്നല്ല, പിന്നെ ഒരു വാക്ക് അവിടെ വരുന്നു, പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ഓൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആവേശം എത്ര വലുതാണ്. ലോർഡ് സ്ട്രെങ്തൻ ദം ഫുള്ളി. അവരെ ഒന്ന് നിറയ്ക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സഹിഷ്ണുതയിലും ദീർഘക്ഷമയും ഉള്ളവരായിത്തീരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഭേദഭാഗത്തെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വളർച്ചയിൽ കൂടെയാണ്, പക്വതയിലേക്ക് നീങ്ങുന്നതിലാണ് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. സോ ഇഫ് യു വാണ്ട് ടു പ്ലീസ് ദ ലോർഡ്, വി മസ്റ്റ് ഗ്രോ. മച്യൂരിറ്റിയിലേക്ക് നീങ്ങേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ എല്ലാ മേഖലയിലും പ്രസാദിപ്പിക്കുക. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്തെ ഒരാവേശം, ആഗ്രഹം, ഗോൾ, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് പോകുന്നതിന് മുമ്പ്, കർത്താവേ, എൻ്റെ ജീവിതം ഇന്ന് അങ്ങേക്ക് പ്രസാദകരമായിത്തീരണം. ലോർഡ്, ഐ വാണ്ട് ടു പ്ലീസ് യു. അത് ജീവിതത്തിലെ ഏറ്റവും നല്ലതായൊരു കാര്യമാണ്. കാരണം നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് നാം ഇനി നമുക്കുള്ളവരല്ലല്ലോ. അതല്ലയോ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ്, വി ആർ നോട്ട് ലെഫ്റ്റ് ഫോർ അവർ സെൽസ്. നമുക്ക് വേണ്ടിയിട്ടുള്ളവരല്ല ഇനിയും, നാം ഇനിയും ദൈവത്തിനുള്ളവരാണ്. അപ്പോൾ അതിനകത്ത് ഹൃദയത്തിനകത്തൊരു ചിന്ത വരും, ഈ അങ്ങനെ അങ്ങ് ജീവിക്കാൻ നോക്കുമോ? എല്ലാം ദൈവത്തെ പ്രസാദിപ്പിച്ച്. ഒരു ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, when God is glorified, man is most satisfied. ദൈവത്തെ ഏറ്റവും പ്രസാദിപ്പിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ നാം ഏറ്റവും സന്തുഷ്ടരായിത്തീരും. മനുഷ്യരെ സന്തുഷ്ടിയിലേക്ക് പോകാത്തതിൻ്റെ കാരണം അവരെ തന്നെ പ്രസാദിപ്പിക്കാൻ നോക്കുകയാണ്. അതൊരിക്കലും സംതൃപ്തി കൊടുക്കുകയില്ല. ശലോമോനെ പോലെ തൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും തടുക്കാതെ, അദ്ദേഹത്തിന് അപ്പുറത്ത് ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ ഇത് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് ഹി വാസ് നെവർ സാറ്റിസ്ഫൈഡ്. മായ, സകലവും മായ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ അതിനകത്തൂടെ കിട്ടുന്നൊരു പാക്കേജാണ് നമ്മുടെ ഹൃദയത്തിനകത്തുള്ളൊരു സന്തുഷ്ടി. കർത്താവിൽ പ്രസിദ്ധനായ ജോൺ പൈപ്പറാണ് ആ വാക്ക് പറഞ്ഞത്. വെൻ ഗോഡ് ഈസ് ഗ്ലോറിഫൈഡ്,
man is most satisfied. അതുകൊണ്ടാണ് അപ്പോസ്തലൻ അവരെക്കുറിച്ച് ഇപ്രകാരം ആഗ്രഹിച്ചു, ദൈവമേ, നീ അവരിൽ കൂടെ അവർ നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം എന്ത് ചെയ്യണം? 10-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം നാം കാണുന്നു, കർത്താവിന് യോഗ്യമാം വണ്ണം നടന്ന്. So to please God we must walk worthy of the Lord. ദൈവത്തിന് യോഗ്യമായി നടക്കുമ്പോൾ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. അതിനകത്ത് സംശയിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ ഇതിന് യോഗ്യമായി നടക്കുന്നത് ദൈവത്തിന് എത്ര സന്തോഷകരമായ അനുഭവമാണ്. യോഹന്നാൻ്റെ 2-ാം ലേഖനം 4-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, മക്കൾ സത്യത്തിൽ നടക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുന്നെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മക്കൾ സത്യത്തിൽ, അദ്ദേഹം വിശ്വാസികളെ മക്കൾ എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. When the children are walking in the truth, I am glad. ഞാനതിൽ സന്തോഷിക്കും. I am happy. ഇത് ഒരു അപ്പോസ്തലൻ അങ്ങനാണെങ്കിൽ തമ്പുരാൻ എങ്ങനെ? ദൈവത്തിന് യോഗ്യമാം വണ്ണം നടന്നു. 2, ദൈവത്തെ പ്രസാദിപ്പിക്കാനായി അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു നിയോഗം, യോഗ്യമായി നടക്കുക മാത്രമല്ല, 10-ാമത്തെ വാക്യത്തിൽ തന്നെ സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ക്കണം. സോ ദാറ്റ് ഓൾസോ പ്ലീസസ് ദ ലോഡ്. ദൈവത്തിന് പ്രസാദം വരുവണ്ണം നടക്കുന്നതും സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ക്കുന്നതും. അതിനകത്ത് സംശയിക്കേണ്ട. ഫലം തിരഞ്ഞു വരുന്ന യജമാനൻ ഫലം നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷം കാണുമ്പോൾ അതിൻ്റെ അകത്ത് ആ യജമാനന് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ജീവൻ തന്നത് നടക്കുവാനാണ്, 2 ഫലം കായ്ക്കാനാണ്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. വി ആർ ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അൺടു ഗുഡ് വർക്ക്സ്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് സൽപ്രവൃത്തികൾ. അത് അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാചകം വീണ്ടും ഓർപ്പിക്കട്ടെ, സകല സൽപ്രവൃത്തികളിലും. എവിടെയായിരുന്നാലും, ഏതവസ്ഥയിലായിരുന്നാലും, ഏത് പദവിയിലായിരുന്നാലും, ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുക എന്ന് മാത്രമല്ല, ആസ് എ ടീച്ചർ, ആസ് എൻ അഡ്വക്കേറ്റ്, ആസ് എ ഡോക്ടർ, ഒരു കൃഷിക്കാരൻ, അത് ഏത് തലത്തിലായാലും സകല സൽപ്രവൃത്തികളിലും ഫലം കായ്ക്കുന്നവരായി തീരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 3, ദൈവത്തെ പ്രസാദിപ്പിക്കാനായി 13-ാമത്തെ വാക്യത്തിൽ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കുകയും വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരുമായിരിക്കണം. ആ വാക്യത്തിനകത്തുനിന്ന് എൻ്റെ ഉള്ളിൽ വന്ന ഈ 3 കാര്യങ്ങളാണ്. ഹൗ ടു പ്ലീസ് ദ ലോഡ്, വാക്ക് റൈറ്റ്, നടപ്പ് ശരിയായിരിക്കും. 2, ഡു ദ റൈറ്റ് തിങ്സ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യണം. 3, സ്തോത്രം ചെയ്യുന്ന, സ്തുതിക്കുന്ന, സംതൃപ്തിയുള്ളൊരു ഹൃദയം. നമ്മുടെ ഭവനത്തിൽ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ഇരിക്കുന്നത് മാതാപിതാക്കൾക്ക് എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ആരാധനയിൽ തമ്പുരാൻ ഏറെ സന്തോഷിക്കും, ദൈവത്തെ മഹത്വപ്പെടുന്നു. വി ഷുഡ് പ്രൈസ് ദ ലോഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഈ വേദഭാഗത്ത് തന്നെ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനമൊക്കെ വായിച്ചാൽ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞങ്ങ് പോവുകയല്ല. ആ വാചകം പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കാരണം കൂടെ ചേർത്തേ അദ്ദേഹം പറയത്തുള്ളൂ. പൂർണ്ണ പ്രസാദത്തിനൊത്തവണ്ണം നടക്കണം, സൽപ്രവൃത്തികൾ ഉണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു സ്തോത്രം ചെയ്യണം. എന്തുകൊണ്ട് സ്തോത്രം ചെയ്യണം? 13-ാമത്തെ വാക്യത്തിൽ നോക്കിക്കാട്ടെ,
ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചല്ലോ. ഡെലിവറൻസ്, എല്ലാ വിടുതലും സ്തോത്രം പറയാൻ നമ്മെ തുണയ്ക്കുന്ന കാര്യങ്ങളാണ്. എവ്രി ഡെലിവറൻസ്. ദൈവമക്കളായ നമ്മൾ ഏതെല്ലാം മേഖലയിൽ തമ്പുരാൻ്റെ അത്ഭുതകരമായ വിടുതൽ, ഏറ്റവും വലിയ വിടുതൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, ആ ഒരു വിടുതൽ തരാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. പറവൻ പറഞ്ഞത് ഒരു വിധത്തിൽ ശരിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഈ ദേവൻ ആരാ? നോർമലി ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ അറിഞ്ഞുകൂടാ അങ്ങനൊരു ദൈവമുണ്ട്. ഏത് ഇരുമ്പുലയിൽ നിന്നും, മിസ്രൈം എന്ന ഇരുമ്പുലയെന്നാണ് പ്രവാചകൻ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൈനീട്ടി വിടുവിച്ചൊരു ദൈവമുണ്ട്. സോ വൈ ഡു വി പ്രൈസ് ദ ലോർഡ് ഫോർ ദ മാർവലസ് ഡെലിവറൻസ്? അതുകൊണ്ട് വിടുതൽ ലഭിച്ച ദൈവമക്കൾക്കാണ് സ്തോത്രം ചെയ്യാനുള്ളൊരു പ്രവണത. 2, വിടുവിച്ചെന്ന് മാത്രമല്ല, സ്വപുത്രൻ്റെ രാജ്യത്തിലാക്കി. അതേ വാക്യത്തിലുണ്ട് കേട്ടോ. ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ദ സൺ. അപ്പോൾ അടിമയെന്ന് ഉള്ള പദവിയിൽ നിന്ന് ഉയർത്തി മക്കളെന്നുള്ള പദവിയിലേക്കാക്കി എന്നുള്ളത് ഓർക്കണം. നോ മോർ എ സ്ലേവ് ബട്ട് എ സൺ. അതുകൊണ്ടാണ് യോഹന്നാൻ പുസ്തകൻ പറഞ്ഞത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം പകർന്നിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി തീർത്തു. അതുമാത്രമല്ല, അതേ 12ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. ഇപ്പോൾ ഒരു വിടുവിച്ചു, ദൈവരാജ്യത്തിലാക്കി, ഒരവകാശം കൂടെ തന്നു. അവകാശം പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. അതെല്ലാം അതിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ്. ആ അവകാശത്തിന് പ്രാപ്തി ഉണ്ടായിട്ടല്ല, നമ്മെ പ്രാപ്തരാക്കി. ആ വാക്കുകൾക്കൊക്കെ തന്നെ ഓരോ ടൺ സ്തോത്രം ചെയ്യാനുണ്ട്. നമുക്ക് യോഗ്യതയില്ല, പക്ഷേ യോഗ്യരാക്കി. പ്രാപ്തിയില്ല, പ്രാപ്തരാക്കി. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, ദൈവത്തെ പ്രസാദിപ്പിക്കണം, നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. 2, സൽപ്രവൃത്തികൾ കൊണ്ട് നിറയണം. 3, ദൈവത്തിന് വല്ലപ്പോഴുമല്ല എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്നവർ ആയിരിക്കണം. പ്രൈസിങ് കമ്മ്യൂണിറ്റി. ഇനി നമുക്ക് ഓരോ ഭാഗമായിട്ട് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് നടപ്പ് പൂർണ്ണ പ്രസാദത്തിനായിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങ് വിടുകയല്ല. കർത്താവിന് യോഗ്യമാം വണ്ണം നടക്കണം. നടപ്പെന്ന് പറയുന്നത് ജീവിതത്തെ കുറിക്കുന്നതാണ്. വേദപുസ്തകത്തിൽ ക്രിസ്തീയ ജീവിതം ഓട്ടത്തോടൊക്കെ ഉപമിച്ചിട്ടുണ്ട്. എങ്കിലും ലേഖനം എഴുതുമ്പോൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ലേഖനകർത്താക്കൾ വർണ്ണിക്കുമ്പോൾ എല്ലാം നടപ്പിനോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. നടപ്പിന് എപ്പോഴും ഒരു ഡയറക്ഷനുണ്ട്. വി ഹാവ് എ ഡയറക്ഷൻ. പോകാനൊരു ദിക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. വാക്കിംഗ് ഇൻ എ ഡയറക്ഷൻ. 2, ഈ നടപ്പെന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രോഗ്രസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തല്ല, അല്പം നടന്നു കഴിയുമ്പോൾ വി ആർ മൂവിങ് ഫോർവേഡ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ നടപ്പെന്ന് പറയുന്നത് വളരെ ചേർന്ന് പോകുന്ന കാര്യമാണ്. ദൈവം നമ്മെ ഒരു ദിക്കിലേക്ക് തിരിച്ചുവിട്ടു. 2, അങ്ങ് എത്തിയില്ല കേട്ടോ, പക്ഷേ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയാണ് വിശ്വാസികൾ സന്തോഷിക്കേണ്ടത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് തമ്പുരാൻ നടക്കുന്നതെന്നേ പറഞ്ഞിട്ടുള്ളൂ, എത്തിയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും വി ആർ പ്രോഗ്രസ്സിങ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ മയിൽക്കുറ്റിയിൽ തന്നെ അല്ല നിൽക്കുന്നത്. വി ആർ ഗോയിങ് ഫോർവേഡ് എവറി ഡേ, പ്രോഗ്രസ്സിങ്. ആൻഡ് ഇറ്റ് ഈസ് പ്രോഗ്രസ്സിങ് സംടൈംസ് സ്ലോലി. എങ്കിലും മുന്നോട്ട് നാം പോയിക്കൊണ്ടിരിക്കുന്നു.
ആ നടപ്പ് നന്നായിരിക്കണം. നടപ്പ് നന്നായിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അപ്പോസ്തലൻ ഇതിനകത്ത് തന്നെ പറഞ്ഞു, വാട്ട് ഈസ് നെസസറി, എന്താണ് അതിനാവശ്യം. ദൈവത്തിന് പ്രസാദം വരുന്ന നടപ്പായിരിക്കണമെങ്കിൽ, പൂർണ്ണ പ്രസാദം വരണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? 10-ാം വാക്യം നോക്കിക്കാട്ടെ. സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം. അപ്പോൾ നടക്കുന്ന വിശ്വാസിക്ക് ഒരു കാര്യം അറിവുണ്ടാകണം. എന്താ അറിവുണ്ടാകേണ്ടത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിലേ നടപ്പ് ശരിയാകത്തുള്ളൂ. വി ക്യാൻ ഓൺലി വാക്ക് റൈറ്റ് വെൻ വി നോ ഹിസ് വിൽ. അപ്പോൾ നമ്മൾ ദിനംതോറും നടക്കുകയാണ്. നടക്കുന്നത് തമ്പുരാൻ്റെ ഇഷ്ടത്തിൻ്റെ കീഴിലാണ് നടക്കുന്നത്. അതുമാത്രമല്ല, രണ്ടാമത് നമുക്ക് ഈ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് വരാനുള്ള കാര്യം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. നോളജ് ഓഫ് ഗോഡ്. അപ്പോൾ 2 നോളജ് ഉണ്ടാകണം. നോളജ് ഓഫ് ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാകണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർധനവുണ്ടാകണം. ഡെയിലി വി മസ്റ്റ് ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ഗോഡ്. എങ്കിൽ മാത്രമേ നമ്മുടെ നടപ്പ് ശരിയാകത്തുള്ളൂ. നമുക്ക് ഓരോന്ന് നോക്കാം. നോയിങ് ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ 3 മേഖലയിലുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം. ഒന്ന്, ദ സോവറിൻ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള ഇഷ്ടം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമുക്ക് പലപ്പോഴും അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ 55:8 പറഞ്ഞു, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളൊന്നുമല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ. ഇറ്റ്സ് സംടൈംസ് ഡ്രാസ്റ്റിക്കലി ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ തമ്പുരാൻ ചില കാര്യം ചെയ്യുമ്പോൾ ഇരുന്നങ്ങ് ചിന്തിക്കും, അയ്യോ ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന്. അപ്പോൾ ദാറ്റ് ഈസ് ഗോഡ് സോവറിൻ വേ. ദൈവത്തിൻ്റെ വഴി അങ്ങനെയാണ്. അതുമാത്രമല്ല, ചിലതൊക്കെ നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുക. ആവർത്തനം 29:28 പറഞ്ഞിരിക്കുന്നു, അതായത് മറഞ്ഞിരിക്കുന്നതൊക്കെ ദൈവത്തിനുള്ളതാണ്. ഓൾ ദ ഹിഡൻ തിങ്സ് ആർ ഫോർ ഗോഡ്, വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. വെളിച്ചത്തിലായത് നാം കൈകാര്യം ചെയ്താൽ മതി. സംടൈംസ് സം ആർ ഹിഡൻ എന്ന് മാത്രമല്ല, നമുക്ക് ദൈവത്തിൻ്റെ വഴികളൊക്കെ അറിയാൻ ചിലപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന പരിജ്ഞാനമില്ല. റോമാലേഖനം 11-ാമത്തെ അധ്യായം വായിക്കുന്ന സമയത്ത് ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. ഇങ്ങനെ നാം കാണുന്നു, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. ഫോർ ഗോഡ് സോവറിൻ വിൽ, അത് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ 1-ാമത്തെ തലമാണ് ദൈവത്തിൻ്റെ സോവറിൻ വിൽ. 2, ദൈവം വെളിപ്പെടുത്തി തന്ന ഇഷ്ടങ്ങളുണ്ട്, നമുക്ക് വെളിപ്പെടുത്തി തന്നു. 1-2 കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും. അതായത് 1 തെസ്സലോനിക്കർ 4:3 പറഞ്ഞിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇറ്റ് ഈസ് റിവീൽഡ്. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ഇതൊക്കെ തിരുവചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 കൽപ്പനയൊക്കെ തന്നതും ഗിരിപ്രഭാഷണത്തിൽ കൂടെ നമ്മെ ചിലതൊക്കെ പഠിപ്പിച്ചതും എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് ചിലതൊക്കെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. റിവീൽഡ് വിൽ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് തിരുവചനം വായിക്കും തോറും ദൈവം നമുക്ക് ഓരോന്ന് വെളിപ്പെടുത്തി തരും. അപ്പോൾ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സോവറിൻ വില്ലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടണ്ട. നമുക്ക് തിരുവചനത്തിൽ കൂടെ ആഗ്രഹിക്കുന്ന ദൈവവൈതലിനെ ദിനംതോറും വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്. അത് നാം മനസ്സിലാക്കണം, അതിനനുസരിച്ച് ജീവിക്കണം. 3, നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വ്യക്തിപരമായി ചില ഇഷ്ടങ്ങളുണ്ട്. വെളിപ്പെടുത്തി തന്ന ദൈവേഷ്ടം എന്ന് പറയുന്നത് വിശ്വാസികൾക്കെല്ലാം ഉള്ളതാണ്. വിശുദ്ധീകരണം എല്ലാവർക്കും ഉള്ളതാണ്. സ്തോത്രം ചെയ്യുക എല്ലാവർക്കും ഉള്ളതാണ്.
10 കൽപ്പന എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ വ്യക്തിപരമായ ചില ഇഷ്ടങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ ജാതികളുടെ ഇടയിലേക്ക് പോകാനാണ്. പത്രോസിനെ വിട്ടത് യഹൂദന്മാരുടെ ഇടയിലോട്ടാണ്. അപ്പോൾ തമ്പുരാനെ ഓരോരുത്തരെ ഓരോ രീതിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ ഓരോ സ്ഥലത്താക്കിയിട്ടുണ്ട്. ജോലിയിലാക്കിയിട്ടുള്ളവരുണ്ട്, കച്ചവടത്തിലാക്കിയിരിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണെങ്കിൽ യു ആർ ദെയർ ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ദൈവം നമ്മെ ഓരോ പദവികൾ കൊണ്ടൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഷുവർ കർത്താവേ നിൻ്റെ ഇഷ്ടം എന്ന് നാം തീരുമാനിച്ച് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നാം ഇരിക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് ഈ ചെങ്കടലിൻ്റെ വക്കിൽ വന്ന ഈ ഇസ്രായേൽ മക്കൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അവരവിടെ വന്നത് സ്വന്തം ഇഷ്ടം കൊണ്ട് വന്നതല്ല. അവരുടെ കോമ്പസ് അനുസരിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവരാ വഴിയെ വരത്തില്ല. കുറുക്ക് വഴി ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഈ വളഞ്ഞ വഴിയെ കൂടെ വരാൻ കാര്യം തമ്പുരാൻ ഈ വളഞ്ഞ വഴിയെ കൊണ്ട് നടത്തിയതുകൊണ്ടാണ്. ഉണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ ഒരു പ്രാഗൽഭ്യമുള്ളൊരു വാചകമുണ്ട്. എന്താണെന്നറിയാം, കർത്താവേ ഞാനിവിടെ നിൽക്കുന്നതുണ്ടല്ലോ നീ കൊണ്ടുവന്നതുകൊണ്ടാണ്. അവിടെയാണ് ചെങ്കടലിൻ്റെ മുമ്പിൽ അന്താളിച്ച് പോകാതെ നിൽക്കാനുള്ള ശക്തി. ബിക്കോസ് വി ആർ ദെയർ, ബിക്കോസ് ഇറ്റ് ഈസ് ഹിസ് വിൽ. തമ്പുരാൻ അവിടെ നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ ബാക്കി കാര്യം തമ്പുരാൻ ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ നമ്മളെക്കുറിച്ചൊക്കെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് പ്രത്യേകം സ്പെസിഫിക് വില്ലുണ്ട്. ഇത് വെളിപ്പെട്ട ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന ദൈവ പൈതൽ ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിനും കീഴ്പ്പെടുമ്പോൾ, ഈ വാചകം ശ്രദ്ധിച്ചോണേ, വെളിപ്പെട്ട സത്യങ്ങളുണ്ട്. ഈ വെളിപ്പെട്ട സത്യത്തിന് പിന്നെയും ഒന്ന് പോയി തിരക്കേണ്ട ആവശ്യമില്ല. അതായത് അവിശ്വാസിയുമായി വിവാഹബന്ധത്തിലേക്ക് പോകണോ വേണ്ടായോ എന്നൊന്നും ആരോടും ചോദിക്കണ്ട, ഒരിടത്തും പോയി പ്രാർത്ഥിക്കണ്ട. വേറെ തിരുവചനത്തിനകത്ത് നല്ല ഭംഗിയായിട്ട് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടുമ്പോൾ ഇണയില്ല പിണ കൂടരുത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടിൻ്റെ ഉള്ളിൽ അറിഞ്ഞ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ദൈവപൈതൽ തിരുവചനം ധ്യാനിക്കുകയും ആത്മാവിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനത്തിലും അവന് വേണ്ടി വെളിപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്. God has a specific will for you. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളെ ദൈവത്തിന് പ്രസാദം വരുമാറ് നടക്കണം. ഹൃദയത്തിനകത്ത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കണം. കർത്താവെ നിന്നെ പ്രസാദിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? നടക്കണം. എങ്ങനെ നടക്കണം? ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കണം. ഈ ദൈവ ഇഷ്ടം അറിയാൻ പ്രയാസമില്ല കേട്ടോ, സമർപ്പിച്ചാൽ മതി. നമുക്ക് ആ വേദഭാഗത്തേക്കൊന്ന് നോക്കാം. ഒന്നാമത് ശ്രദ്ധിച്ചാട്ടെ, ഈ ദൈവേഷ്ടം എന്ന് പറയുമ്പോഴേ ഇന്നേക്ക് ഒരു 10 വർഷം മുമ്പോട്ട് മുഴുവനൊന്നും വെളിച്ചം തരത്തില്ല. തമ്പുരാൻ കൊടുക്കുമ്പോൾ റോഡ് മാപ്പ് കൊടുക്കത്തില്ല. ഈ റോഡ് മാപ്പിലോട്ട് നോക്കിയാൽ നമ്മൾ തുടങ്ങുന്നിടം മുതൽ അവസാനിക്കുന്നിടം വരെയുള്ളത്, ഇപ്പോൾ ഗൂഗിളിലൊക്കെ അതൊക്കെ ചെയ്യാം, അതൊക്കെ നോക്കാം, സമയം അറിയാം, പോകുന്ന വഴി ട്രാഫിക് ഉണ്ടോ എന്നറിയാം, എന്തെല്ലാം അറിയാമെന്നറിയാം. തമ്പുരാന് ഈ റോഡ് മാപ്പ് കൊടുക്കാറില്ല. ഒരു തെളിവ് പറയാം. ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് നടത്തിയപ്പോൾ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, മേഘം പൊങ്ങുമ്പോൾ പോയി കൂടാരം എല്ലാം അഴിച്ചോണം. മേഘം താഴുമ്പോൾ കൂടാരം അടിച്ചോണം. അപ്പോൾ എന്തുവാ നമുക്ക് ഇപ്പോഴുള്ള നടത്തിപ്പ്? ഇപ്പോൾ മേഘം ഞങ്ങളുടെ നടുവിലാണ്, പൊങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ദൈവേഷ്ടം എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുക എന്നുള്ളതാണ്. God gives only one step at a time. One step at a time. ഞാൻ സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന ഉദാഹരണം, നമ്മുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ കയറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ദൂരത്തൊരു 10 കിലോമീറ്റർ അകലെയാണെന്ന് വിചാരിച്ചു, ഓൺ ചെയ്ത് കഴിയുമ്പോൾ വീട് വരെയുള്ള വഴി കാണണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതിന് പോകാനുള്ള ലൈറ്റ് ഇപ്പോഴുണ്ട്. അവിടെ അത്രയും പോയി കഴിയുമ്പോൾ ബാക്കിയുള്ളത് കാണും. That's God's way.
ഗോഡ് ലീഡ്സ് യു വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഇതാകുന്നു മകനെ ഇതുവഴി നടന്നുകൊള്ളുക എന്നുള്ള ഇമ്പകരമായ ശബ്ദം ദൈവ പൈതലിൻ്റെ അവകാശമാണ്. അത് തമ്പുരാൻ കേൾപ്പിക്കും. ഈ ഏത് ഗുണം എന്നറിയുവാനില്ല ജ്ഞാനം എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ജ്ഞാനമുള്ള ദൈവത്തോടായി പറയുന്നത്, കർത്താവേ എനിക്കറിയത്തില്ല, ബട്ട് യു നോ. ഗോഡ് വിൽ ഗൈഡ് യു ഡേ ബൈ ഡേ. നോക്കിക്കാട്ടെ, അപ്പോൾ റോഡ് മാപ്പ് ഇല്ല. പക്ഷെങ്കിൽ 32-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഞാൻ ദൃഷ്ടി വെച്ച് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ദൃഷ്ടി വെച്ച്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. 32-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ അതിൻ്റെ അർത്ഥം എന്നാ? ഗോഡ് പ്രോമിസസ് യു ഹിസ് ഗൈഡൻസ്. എല്ലാ ദൈവമക്കൾക്കോടും ദൈവം തമ്പുരാൻ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നെ നടത്തിക്കൊള്ളാവുന്നു. അപ്പോൾ ആ ഗൈഡൻസ് ഗ്യാരൻറ്റീഡാണ്. അപ്പോൾ നമുക്ക് വഴിയിൽ നിന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. വഴി അറിയാവുന്നവൻ കൂടെയുണ്ട്. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു. ഗോഡ് പ്രോമിസസ് ഗൈഡൻസ്. 2, ദൈവം നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിൻ്റെ മക്കളാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശുശ്രൂഷയാണ്. എന്തെല്ലാം ശക്തീകരിക്കുന്നു, നമുക്ക് വേണ്ടുന്ന കൃപകൾ തരുന്നു, വരങ്ങൾ തരുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതിലൊരു പ്രവർത്തനം എന്നാണെന്നറിയാമോ? ഹീ ഗൈഡ്സ് യു. സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തും. സോ ഗോഡ് പ്രോമിസസ് ഗൈഡൻസ്. എന്ന് മാത്രമല്ല, ആത്മാവ് നമ്മെ നടത്തും. റോമർ 12:2 മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വെൻ യു റിന്യൂ യുവർ മൈൻഡ്, ആ റിന്യൂവൽ മൈൻഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ യു റിന്യൂ യുവർ മൈൻഡ്. അപ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളത് ഇന്ന നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം. 25-ാം സങ്കീർത്തനത്തിൽ വേറൊരു വഴിയോടെ പറഞ്ഞിട്ടുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. സോ ബീയിങ് മീക്ക്, ദൈവം അതിന് ഗൈഡൻസ് നമുക്ക് തരും. അപ്പോൾ ദൈവത്തിൻ്റെ വഴി നമുക്കറിയാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനുള്ള വഴിയുണ്ട്. കാരണം കർത്താവ് പ്രോമിസ് ചെയ്തു, പരിശുദ്ധാത്മാവമ്മയെ സഹായിക്കും. നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള വഴി എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. എന്നാൽ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഇത് അപ്ലൈ ചെയ്യണോ ഇല്ലല്ലേ? ദൈവേഷ്ടം എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് പ്രായോഗികമാക്കണം. പ്രായോഗികമാക്കാനായി ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കാര്യം വേണം. ജ്ഞാനവും വേണം, വിവേകവും വേണം. വി നീഡ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന, നമുക്ക് മനസ്സിലാക്കി തന്ന ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. അതിന് ജ്ഞാനത്തിലും വിവേകത്തിലും നിറഞ്ഞു വരണം, പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധന സ്ഥലം, ആദ്യ ആരാധന സ്ഥലമായിരുന്ന സമാഗമന കൂടാരം, അത് പണിയാനുള്ള പ്ലാന് ദൈവം മോശയ്ക്ക് പർവ്വതത്തിലിരിക്കുന്ന സമയത്ത്
മനോഹരമായി വർണ്ണിച്ചു കൊടുത്തു. എൻ്റെ വിചാരമേ, ദൈവം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, മോശയുടെ ഈ ഓർമ്മയെ ദൈവം അങ്ങ് ഒരുപാട് ശക്തീകരിച്ച് കാണും. ഈ പുസ്തകത്തിനകത്ത് അതിൻ്റെ പ്രമാണമെല്ലാം എഴുതിയിട്ട് തന്നെ ഇപ്പോഴെങ്ങനെ ഇതിനെക്കുറിച്ച് പണിതെന്ന് നോക്കിയാൽ ഒരു ഓർമ്മയുമില്ല. എന്തോ മുഴം നീളമാണ്, എന്തോ ആഴത്തിലാണ്, എത്ര തൂക്കം വെള്ളിയാണ്, നമുക്കൊരു പിടിയില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, 40 ദിവസവും 40 രാവും അവിടെ ഇരുന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഇതിൻ്റെ ആരംഭം മുതൽ കൂടാരത്തിൻ്റെ തഹശുതോൾ കൊണ്ടുള്ള മൂടി മുതൽ അകത്തിരിക്കുന്ന നിയമപ്പെട്ടകത്തിൻ്റെ അളവും തൂക്കവും എല്ലാം പറഞ്ഞു കൊടുത്തു. ഈ താഴെ വരുമ്പോൾ ഇതെല്ലാം ഓർത്തിരുന്ന് എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചു. തമ്പുരാൻ അത് പറഞ്ഞു കൊടുത്തു. ഗോഡ് ഗിവ് ഹിം മെമ്മറി. പക്ഷേ ഈ പ്ലാൻ കിട്ടിയാൽ ഇത് നടക്കണ്ടായോ? ഇത് പണിത് തീർക്കണ്ടായോ? പണിത് തീർക്കാൻ തമ്പുരാൻ ആളുകളെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് നാം വായിക്കുന്നത്. ബെസലിയേലിനെ, പുറപ്പാട് 31 2 മുതൽ 5 വരെയുള്ള വാക്യം നോക്കണം. ബെസലിയേലിനെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആ പ്ലാൻ അനുസരിച്ച് പണിയാൻ തമ്പുരാൻ ബെസലിയേലിനെ പേർ ചൊല്ലി വിളിച്ചു. പേർ ചൊല്ലി വിളിക്കുക മാത്രമല്ല, ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പോൾ ഈ നോൺ വിൽ ഓഫ് ഗോഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജ്ഞാനവും വിവേകവും സാമർഥ്യവും നമുക്കുണ്ടാകണം. അപ്ലൈ ചെയ്യണ്ടായോ ഇത് വിവേകത്തോടെ? ഈ ദൈവേഷ്ടം ചെയ്താലും വിവേകമില്ലാതെ കൈകാര്യം ചെയ്താൽ ഒരുപാട് ദോഷമുണ്ടാകും. അപ്പോൾ വിവേകത്തോടെ ചെയ്യുവാൻ, അത് 36 അധ്യായത്തിലും പുറപ്പാട് 36 അധ്യായത്തിലും ഒഹലിയാബിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ദൈവാലയത്തിലെ പണിക്ക് വേണ്ടി. സോ നോയിങ് ഗോഡ്സ് വിൽ. പക്ഷേ നടക്കണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും. അപ്പോൾ പ്രായോഗികമായി അപ്ലൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ പരിജ്ഞാനം. ഈ ജ്ഞാനം പരിജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ ഈ കൊലോസ്യ മേഖലയിൽ ദുരുപദേശം നടക്കുന്നുണ്ട്. അതായത് നോസ്റ്റിക് റിലിജിയൻ, അവരറിവിനെക്കുറിച്ചൊക്കെ വളരെ ചീർത്തിരിക്കുന്നൊരു ജനമായിരുന്നു. അതുകൊണ്ട് അപ്പസ്തലനായ പൗലോസ് 2:23 പറഞ്ഞു, ഈ ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ള ചില കാര്യങ്ങളുണ്ട്. ജ്ഞാനത്തിൻ്റെ പേര്, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ആ ജ്ഞാനത്തിൻ്റെ പേര് മാത്രമേ ഉള്ളെന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാവോ? സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. ഈ ജ്ഞാനം കൊണ്ട് ജഡാഭിലാഷം അടക്കാൻ പ്രയോജനമില്ല. അപ്പോൾ പല കാര്യങ്ങൾ ചെയ്താൽ കണ്ടാൽ വളരെ മനോഹരമാണ്. അതായത് ഈ താഴ്മയിലും സ്വേച്ഛാരാധനയിലും ഒക്കെ രസിക്കുന്നവർ, അതായത് ശരീരത്തിൻ്റെ ഉപേക്ഷയിലൊക്കെ രസിക്കുന്നവർ, ചില ഡിസിപ്ലിനിലൊക്കെ സന്തോഷിക്കുന്നവർ, അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ ആ ജ്ഞാനം ജഡാഭിലാഷം. അപ്പോൾ നടക്കുന്നത് ദൈവത്തിന് പ്രസാദമായി തീരണമെങ്കിൽ ജഡാഭിലാഷത്തിൻ്റെ മേൽ ജയമുണ്ടാകണം. അതുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ പേരുള്ളത് കൊണ്ട് നടക്കത്തില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് വേണം. വഴിയറിയുക മാത്രമല്ല, നോട്ട് ഓൺലി നോയിങ് ഗോഡ്സ് വിൽ, വി മസ്റ്റ് അപ്ലൈ ഇറ്റ്. നാം അത് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അപ്പസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കിക്കാട്ടെ 10 വാക്യത്തിൽ. അപ്പോൾ വഴി അറിയണം, ദൈവേഷ്ടം അറിയണം. ദൈവേഷ്ടം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ജ്ഞാനവും വിവേകവും വേണം. ഉടനെ അപ്പസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. 10 വാക്യം നോക്കി, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ ഈ പരിജ്ഞാനം വരണം. ഇതെവിടെ നിന്ന് കിട്ടുന്നതാ? യഹോവ ഭക്തി, ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അപ്പോൾ ഈ ജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ഉള്ള ഒരു ബന്ധം നമുക്കുണ്ടാകണം. എൻകൗണ്ടർ വിത്ത് ഗോഡ്. മോശയ്ക്ക് അതാണല്ലോ, അവിടെയാണല്ലോ ആരംഭിച്ചത്. പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ, നിൻ്റെ നാമം എന്താകുന്നു?
ആ ജ്ഞാനത്തിൽ അവൻ വളരുകയാണ്. ഒരു എൻകൗണ്ടർ, ദൈവവുമായുള്ളൊരു ബന്ധം. 2, ഈ ജ്ഞാനം വളരണമെങ്കിൽ അതിനുവേണ്ടി ഒരു ആഗ്രഹം ഉണ്ടാകണം. ജ്ഞാനം കുറവാകുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് യാചിക്കാനായി യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിനകത്തൊരു വലിയ വാഞ്ച ഉണ്ടാകണം. മോശയുടെ കാര്യം തന്നെ നോക്കിക്കാട്ടെ. ആരംഭിക്കുക മാത്രമല്ല, അദ്ദേഹം ഒരു സമയത്ത് പർവ്വതത്തിലിരുന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ മഹത്വം നീ എനിക്ക് കാണിച്ചു തരണം. ഡിസയർ ഇറ്റ്. അപ്പോൾ ദൈവത്തോട് ആ ജ്ഞാനം വർദ്ധിക്കണമെങ്കിൽ ദൈവത്തോട് ബന്ധം വേണം. ആ ജ്ഞാനം വർദ്ധിക്കുവാനുള്ളൊരു ആവേശം നമുക്ക് വേണം. 3, ദൈവത്തോട് ചേർന്ന് സഹവസിക്കണം. പർവ്വതത്തിലിരുന്ന ദൈവത്തോട് സഹവാസം ചെയ്ത ഭക്തനാണ് ഇതിനെല്ലാം വേണ്ടുന്ന ജ്ഞാനം ലഭിച്ചത്. ഇൻറ്റിമസി വിത്ത് ഗോഡ്, വാക്കിംഗ് വിത്ത് ഗോഡ്. തമ്പുരാനോട് ചേർന്ന് സമയം ചെലവഴിക്കാത്ത ആളുകൾക്ക് ഈ പരിജ്ഞാനം ലഭിക്കാൻ സാധ്യമല്ല. ദൈവം നൽകുന്നത് തന്നോട് ചേർന്നിരിക്കുന്നവർക്ക് കൊടുക്കുന്ന പരിജ്ഞാനമാണിത്. അപ്പോൾ നമ്മുടെ നടപ്പ് ദൈവത്തിന് പ്രസാദകരമായി തീരണം എങ്കിൽ നമുക്ക് ദൈവേഷ്ടം അറിയണം. ദൈവേഷ്ടം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ജ്ഞാനവും വിവേകവും വേണം. ജ്ഞാനവും വിവേകവും വർദ്ധിക്കുവാൻ ദൈവത്തിൻ്റെ അടുക്കൽ നാം പോകണം. ഇനി അതുമാത്രം പോരാ എന്ന് അപ്പോസ്തലൻ അറിയാം, നടപ്പ് ശരിയാകണമെങ്കിൽ. അതുകൊണ്ട് നോക്കിക്കാട്ടെ 11-ാമത്തെ വാക്ക്, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. യു നീഡ് ടു ഹാവ് ദ പവർ. വഴി അറിയണം, അപ്ലൈ ചെയ്യാനുള്ള ജ്ഞാനം ഉണ്ടാകണം. അതുമാത്രമല്ല, ഇതിനുള്ള ശക്തി നമുക്കുണ്ടാകണം. അതുകൊണ്ട് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ അവരെ ബലപ്പെടുത്തണം. യു സ്ട്രെങ്തൻ ദം. ദൈവിക സത്യം അറിഞ്ഞാലും പ്രായോഗികമായ ജീവിതത്തിൽ അതൊക്കെ ഒന്ന് പ്രാബല്യത്തിലാക്കാൻ നമുക്കെല്ലാം അറിയാം, ദൈവശക്തി ഇല്ലാതെ സാധ്യമല്ല. ആ ശക്തി നമ്മിൽ വ്യാപരിക്കണം. അതിന് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, ലോർഡ് സ്ട്രെങ്തൻ ദം വിത്ത് യുവർ പവർ. എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും അദ്ദേഹം പ്രകാരം പ്രാർത്ഥിച്ചു, അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. എഫെസ്യർ 3:16. അപ്പോൾ ദൈവത്തിന് പ്രസാദം വരുമാറ് നടക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത്. നല്ല ആശയങ്ങളും ആഗ്രഹങ്ങളും ദൈവികമായ വെളിപ്പാട്, നമുക്ക് ദൈവികമായ വഴി അറിയുമ്പോൾ ആ വഴിയെ തന്നെ നടക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും കാലങ്ങ് പതറിപ്പോകുന്നു. കാരണം നമുക്ക് വേണ്ടുന്ന ശക്തിയില്ല. അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, എത്ര ഭംഗിയോടെയാണ് തൻ്റെ ഈ സഭയിലുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കും. ദൈവമേ, നീ അവർക്ക് വഴി വെളിപ്പെടുത്തി കൊടുക്കുക, പരിജ്ഞാനം കൊടുക്കുക മാത്രമല്ല, നീ അവർക്ക് ശക്തി പകരണം. ലോർഡ് ഗിവ് ദം ദ പവർ. അപ്പോസ്തലനായ പൗലോസ് അതിനകത്ത് പറയുമ്പോൾ എഫേസ്യ ലേഖനം 6:10 പറഞ്ഞിട്ടുണ്ട്, ഈ ശക്തി എവിടുന്നാണ്? ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. ആ 2 വാക്കിനായി സ്തോത്രം ചെയ്യണം. വേർ ഈസ് ഇറ്റ് ഫ്രം? ഇൻ ക്രൈസ്റ്റ്, ഇൻ ദ ലോർഡ്. കർത്താവിലാണ്. 2, അവിടെ കിട്ടുന്ന ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അമിത ബലത്തിലും. അപ്പോൾ ബലഹീനരാണ് എന്ന് പറയുന്ന നമുക്ക് ഈ വചനത്തിനകത്തൊരു ഉത്തരവുണ്ട് കേട്ടോ. ദർ ഈസ് പവർ അവൈലബിൾ. ആ ശക്തി എത്രമാത്രം ഉണ്ടെന്നറിയാമോ? അമിത ബലം. ബലഹീനരായ നമ്മെക്കൊണ്ട് വേണ്ടത് ചെയ്യിക്കാൻ മാത്രമല്ല, ചെയ്തു കഴിയുമ്പോൾ തമ്പുരാൻ പ്രസാദിച്ചു എന്ന് വരത്തക്കവണ്ണം ചെയ്യുവാൻ നമുക്ക് ബലം തരുന്നൊരു ദൈവമുണ്ട്. ഗോഡ് ഗിവ്സ് us the പവർ. ആ ശക്തി ഉയരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. നമ്മിൽ അതിനില്ല എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എന്തുമാത്രം വഴിയുണ്ട്. അപ്പോൾ ഈ ശക്തി എന്തിനാ? ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാട്ടെ.
വലിയ പ്രവൃത്തി ചെയ്യാനുള്ള ശക്തിയെക്കുറിച്ചല്ല അപ്പസ്തോലൻ. കാരണം ദൈവത്തിന് പ്രസാദം വരുമാറ് നടക്കണമെന്നുള്ളതാണ് അതിനകത്തെ. ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ വിഷയം. പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ സൈഡിൽ കൂടെ കിടക്കുന്നു. തമ്പുരാൻ നമ്മളിൽ കൂടെ ചെയ്യേണ്ടതൊക്കെ ചെയ്യിച്ചെടുത്തോളും. എന്നാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ആയുസ് ദൈവത്തിന് പ്രസാദമായിരിക്കണം. അത് ദൈവേഷ്ടത്തിൽ ജീവിച്ചാലേ പ്രസാദമാകത്തുള്ളൂ. ദാവീദിൻ്റെ ജീവിത അവസാനത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഈ അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ ഒറ്റ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാവീദ് തൻ്റെ തലമുറയിൽ യഹോവയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു നിദ്ര പ്രാപിച്ചു. ഈ കല്ലറയിൽ എഴുതി വെക്കാൻ വാക്യം തപ്പുന്നവരെ, ഈ നല്ലപോർ പൊരുതു ഓട്ടം തികച്ച് എഴുതി ക്ഷീണിച്ച് പോയിട്ടുണ്ടെങ്കിൽ പുതിയൊരു വാക്യം ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഇഫ് യു ആർ വെരി കോൺഫിഡൻറ്റ് ഓഫ് ദിസ്, യു ക്യാൻ റൈറ്റ്, യഹോവ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു നിദ്ര പ്രാപിച്ചു. മരിച്ചെന്നല്ല, നിദ്ര പ്രാപിച്ചു. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യണം. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് ഇന്നത്തെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ദൈവവചനം ഘോഷിക്കുന്ന ഞാനും ഇന്ന് രാത്രിയിലും തുടർന്നുള്ള ദിവസങ്ങളിലും ഓർക്കേണ്ടത്, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അല്ലാത്തത് ഒന്നും ദൈവത്തിന് പ്രസാദമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആവേശമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ അറിയണം. അത് ചെയ്യാനുള്ള വിവേകം വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ബലഹീനരായ നാം അത് ചെയ്തെടുക്കണമെങ്കിൽ അതിന് ശക്തി വേണം. പ്രാർത്ഥിക്കണം, ചോദിക്കണം. ശക്തി അണിയിക്കുന്നൊരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കാട്ടെ, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് നോക്കിക്കാട്ടെ, അവിടെ പറഞ്ഞിട്ടുണ്ട്. ശക്തി വേണം. ആ ശക്തി എന്തിനാണെന്ന് നോക്കിക്കാട്ടെ, 11-ാമത്തെ വാക്യം. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും ആയി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണം. നമുക്ക് ഈ ശക്തി എന്ന് കേൾക്കുമ്പോഴെല്ലാം നമുക്ക് ഒരുപാട് മേഖലയിൽ ആവശ്യമുണ്ട്. അവിടെ എല്ലാം അപ്ലൈ ചെയ്തോണേ, അതിനകത്തൊന്നും തെറ്റില്ല. അപ്പോൾ അപ്പോസ്തലൻ ഇവിടെ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ പറയുന്ന സ്ഥലത്ത് ശക്തി എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ട്? സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി. എൻഡ്യൂറൻസ് ആൻഡ് ലോങ്സ് ഓഫ് പേഷ്യൻസ്, ദീർഘക്ഷമ. ക്രിസ്തീയ ജീവിതം വിജയകരമാകണമെങ്കിൽ ഈ രണ്ട് കാര്യം അത്യന്ത ആപേക്ഷിതമാണ്. സഹിഷ്ണുത. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ അറിയുന്നല്ലോ എന്ന് പറഞ്ഞത്. സഹിഷ്ണുതയില്ലാതെ ഒക്കത്തില്ല എന്തെല്ലാം മേഖല. 2 പേഷ്യൻസ്, ദീർഘക്ഷമ. 3 മേഖല ഞാൻ പറയാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ തമ്പുരാനോടുള്ള ബന്ധത്തിൽ പോലും ചിലപ്പോൾ നമുക്ക് അങ്ങ് ക്ഷമ കെട്ടുപോവുകയാണ്. കാരണം കർത്താവ് എന്താ നേരത്തെ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന് പറയാറുണ്ടല്ലോ. സാഹചര്യം മോശമാകുമ്പോഴേ ആ സാഹചര്യത്തിനകത്ത് ദീർഘക്ഷമയോടെ ഇരിക്കാനുള്ളൊരു കൃപ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയാം. ചിലരോടൊക്കെ ഒത്തുചേർന്ന് ജീവിക്കാൻ, പേഷ്യൻസ് വിത്ത് പീപ്പിൾ. ഇതിനൊരു ശക്തി ഉണ്ടെന്നാണ് ഈ വാക്യത്തിൽ പറഞ്ഞേ. സഹിഷ്ണുതയും ദീർഘക്ഷമയും നമ്മിൽ വർദ്ധിപ്പിക്കുന്ന ദൈവശക്തി. പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര മനോഹരമായ പ്രാർത്ഥനയാണെന്ന് നോക്കിക്കാട്ടെ. മൂന്നാമതൊരു കാര്യം കൂടെ, സഹിഷ്ണുത വേണം കേട്ടോ, ദീർഘക്ഷമ വേണം. മൂന്നാമതൊരു കാര്യമുണ്ട്. 13-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരും. അപ്പോൾ ഈ ദൈവശക്തി നമുക്ക് എന്തിനാണെന്നറിയാമോ? സഹിഷ്ണുത വേണം, എൻഡ്യൂറൻസ് വേണം,
കഠിനമായ സാഹചര്യത്തിനകത്ത് മടുത്തു പോകാതെ വിട്ടുകളയാതെ നിൽക്കാനുള്ളൊരു കൃപ. 2, സാഹചര്യത്തിനായാലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലായാലും ദീർഘക്ഷമയോടെ ഇരിക്കാനുള്ള കൃപ. ഇതിന് പര്യാപ്തമായ ദൈവശക്തി ദൈവത്തിൻ്റെ പക്കലുണ്ട്. അത് ഇവർക്ക് നൽകണേന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു കേട്ടോ. 3 അദ്ദേഹം പ്രാർത്ഥിച്ചു, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാക്കണേ തമ്പുരാനെ. ജോയ്, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. സന്തോഷം വരാൻ വേറെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു കാര്യം ഓർത്താൽ മതി. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് യോഗ്യരാക്കി തീർത്ത ദൈവത്തിൻ്റെ കൃപയെ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം, ജോയ്, സന്തോഷം നിറയുന്നു. ആ ഒരു ശക്തി അയക്കണേ എന്ന് ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അർത്ഥവത്തായ പ്രാർത്ഥനയായി തീർന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ഇതെന്താ ഈ കൊലോസിലെ വിശ്വാസികൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച്? നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ പ്രതിസന്ധി അനുഭവിച്ചവരാണവർ. ആദ്യകാലത്ത് സുവിശേഷം ചെല്ലുമ്പോൾ ഒരു ദേശത്ത് അവരുടേതായ ദൈവങ്ങളുണ്ട്. അവരുടേതായ ദൈവങ്ങളുള്ള ദേശത്താണ് സുവിശേഷത്തിൽ കൂടെ ഏകദൈവമായ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ ദേശത്ത് വസിക്കുന്ന ആളുകൾ ആരാധിക്കുന്ന ദൈവങ്ങളെക്കുറിച്ച് അവർക്കൊരു ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. അവരുടെ ദേശം സംരക്ഷിക്കുന്നത് അവരുടെ ദേവന്മാരാണ് എന്നുള്ളൊരു ചിന്ത അവരെ ഭരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ഉപദേശവുമായി ഒരു കൂട്ടർ വന്ന് അല്പകാലം കഴിയുമ്പോൾ എന്തെങ്കിലും ദുരന്തം ആ ദേശത്തുണ്ടായാൽ ആ ദേശത്തുള്ള ആളുകൾ ഉടനെ പറയാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ഇവരുടെ ഉപദേശത്താൽ കൊണ്ടുവന്ന ദൈവമാണ് ഞങ്ങൾക്ക് സംരക്ഷണ തന്നുകൊണ്ടിരുന്ന ദേവന്മാരിൽ നിന്ന് ഞങ്ങളെ അകറ്റിയതെന്ന് പറഞ്ഞ്. ഇതുകൊണ്ടാണ് ദേശത്ത് തീ പിടിച്ചാലും ക്രിസ്ത്യാനികളെ ആ കാലത്ത് പഴിയാരിക്കൊണ്ടിരുന്നത്. അത്രമാത്രം പീഡനം നടക്കുന്നതിൻ്റെ നടുവിൽ സ്തോത്രം ചെയ്യുന്നവരും സഹിഷ്ണുതയോടെ നിൽക്കുന്നവരും ദീർഘക്ഷമയോടെ ജീവിക്കുന്നവരുമായ ഒരു കൂട്ടം ദൈവമക്കൾ അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എൻ്റെ നടപ്പ് ദൈവത്തിന് പ്രസാദകരമായി തീരണം. നമുക്ക് വേണ്ടി തന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരായുസ്സിൽ നിന്നെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ നീ എനിക്ക് കൃപ തരണം. അതിന് നിൻ്റെ പ്രമാണം, നിൻ്റെ ഇഷ്ടം എന്നെ അറിയിക്കണം. ആ ഇഷ്ടം ചെയ്യാനുള്ള പരിജ്ഞാനം നീ എനിക്ക് തരണം. ബലഹീനനായ എന്നിൽ ദൈവശക്തി വ്യാപരിക്കണം. ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ സഹിഷ്ണുതയോടെ നിൽക്കാനും ദീർഘക്ഷമയോടെ നിൽക്കാനും ആര് നോക്കിയാലും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായും ഭൂമിയുടെ വരപ്പിൽ ജീവിപ്പാൻ കർത്താവേ, നീ ഞങ്ങൾക്ക് കൃപ തരണം. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന വിഫലമായില്ലല്ലോ. എത്രയോ ഭക്തന്മാരെ ഈ പ്രാർത്ഥന നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് അവസാനിക്കണം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ച് അത് പറയാൻ ദൈവം ഇടയാക്കട്ടെ. ലോകം മുഴുവനും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാലും ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിലേക്ക് തമ്പുരാൻ പറയുകയാണ്, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ. അവരൊറ്റ കാര്യം നമുക്ക് മതി. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിലൊക്കെ ചെറിയ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, അപ്ലോസ് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ കയ്യടി മതി.
സ്വർഗത്തിൻ്റെ അഭിനന്ദനം മതി. മനുഷ്യർ നിന്ദിച്ചാലും ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് നിദ്ര പ്രാപിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. ആമേൻ.